അപ്പോ ചന്ദ്രലേഖയുമായി നേർക്കുനേർ ഫൈറ്റ് തുടങ്ങി അല്ലേ? അങ്ങനെ സംഭവിച്ചു പോയി സർ. ഒരു ഓപ്പൺ ഫൈറ്റ് നടന്നത് നന്നായി. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. എന്ത് കാര്യം? സിദ്ധാർത്ഥനെ അങ്ങനെ ചന്ദ്രലേഖയ്ക്ക് വിട്ടുകൊടുക്കാൻ ദേവികയ്ക്ക് പറ്റില്ലെന്ന്. ഒന്ന് പോയോ മാഡം? പിന്നെ അങ്ങനെയൊന്നുമില്ല. ചന്ദ്ര വെറുതെ ചാരപ്പണിക്കിറങ്ങി ഞാനൊരു മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും എന്റെ പിന്നാലെ സ്പൈ വർക്കിന് ഇറങ്ങേണ്ട കാര്യം അഡ്വക്കേറ്റ് ചന്ദ്രലേഖയ്ക്കില്ലല്ലോ. അല്ല, എത്ര പെട്ടെന്നാ മിത്രങ്ങൾ ശത്രുക്കളാകുന്നത്. പൊന്നുമണിയുടെ കാര്യത്തിനൊക്കെ ഇനിയും ചന്ദ്രലേഖ നിൽക്കൂ? എന്നോടുള്ള ദേഷ്യം കൊണ്ട് ചിലപ്പോ ചന്ദ്രലേഖ പൊന്നുമണിയുടെ കേസ് വേണ്ടെന്ന് വെക്കുമായിരിക്കും. അതിനും സാധ്യതയുണ്ട്. അതൊന്നും ചിന്തിക്കണ്ട. ഇനിയിപ്പോ ചന്ദ്രലേഖ വക്കീൽ വക്കാലത്ത് ഒഴിഞ്ഞാൽ തന്നെ ലോകത്ത് വേറെ വക്കീലന്മാരില്ലേ? എന്തായാലും ചന്ദ്രലേഖയുടെ അച്ഛനെ ദേവിക ഒന്ന് കുത്തിയത് നന്നായി. പ്രേമിച്ചൊക്കെ ശരിക്കും പാവങ്ങളാ മാഡം. അവിടെ കയറി ഒരാൾ അധികാരം കാണിക്കുന്നു, അവരെ വിഷമിപ്പിക്കുന്നു എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് നല്ല വിഷമം തോന്നി. അതുകൊണ്ടാ ചന്ദ്രയോട് ഞാൻ അങ്ങനെ സംസാരിച്ചത്. റിട്ടയർഡ് ഡിവൈഎസ്പി നടേശൻ തമ്പിയല്ലേ? ഇയാളെ കുറിച്ച് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോ ഫേമസ് ആണ് കക്ഷി? ഫേമസ് അല്ല, നൊട്ടോറിയസ്. അറിഞ്ഞിടത്തോളം അങ്ങനെയാ. ദേവികയ്ക്ക് ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അതെ, എല്ലാത്തിന്റെയും തുടക്കം എന്റെ സുധിയേട്ടനുണ്ടായ ആക്സിഡന്റാ. അവിടെ മുതല് ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാ എന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം എപ്പോഴും അങ്ങനെയാ ദേവിക. നമ്മള് പ്രതീക്ഷിക്കുന്ന ഒന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. പക്ഷേ അതിന് കാരണക്കാരായവരെ എനിക്ക് കണ്ടെത്തണം സർ. സിദ്ധുവിനോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. സുധിയേട്ടന്റെ അപകടത്തിന് കാരണക്കാരായ ആ കാറുകാരെ കണ്ടെത്തണമെന്ന്.